ഇവിടെ എത്ര പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ അല്ലെ 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അതോടൊപ്പം കൊലപാതകങ്ങളെല്ലാം നടക്കാം, കള്ളും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഒഴുക്കാം. അതോടൊപ്പം ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിൽ ആപ്പും കാര്യങ്ങളെല്ലാം വന്നു. അതായത് നമ്മുടെ സെക്ഷലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ആപ്പുകൾ കാര്യങ്ങൾ വന്നു. ഇതൊന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു ജുഡീഷ്യറി സിസ്റ്റവും അതോടൊപ്പം അവരെല്ലാം ഒരു 60 വയസ്സുള്ള ജഡ്ജിമാരാണ്. ഓക്കെ, അവർ പഠിച്ചിരിക്കുന്ന ആ ഒരു ബുക്കാണ്. അതായത് 1900 വർഷം മുമ്പൊക്കെ എഴുതിയേക്കുന്ന ബുക്കുകളൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ 100 വർഷം മുമ്പുള്ള ആൾക്കാരുടെ ചിന്താഗതി ഇപ്പോൾ ഉള്ളതും അതോടൊപ്പം നശിപ്പിക്കാനുള്ള ആൾക്കാരും കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും അറിയാത്ത ഒരു ജുഡീഷ്യൽ സിസ്റ്റവും ഇതൊന്നും അറിയാത്ത ഒരു അപ്പന്മാരായുള്ള ഗവൺമെന്റ്സും. അപ്പോ ഈ പണം അല്ലെ, ജനങ്ങളുടെ പണമുണ്ട്, കുറെ ജനങ്ങളുടെ പണമുണ്ട്, പക്ഷെ ഇവിടെ പട്ടിണിയുണ്ട്, അസുഖങ്ങളുണ്ട് അല്ലെ, പാവങ്ങളെല്ലാം കരൾ പോകുന്നു, ലെങ്സ് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസ് ഓടുന്നു, അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് എല്ലാം അസുഖങ്ങള്. ഇതൊന്നും പക്ഷെ തിരിച്ചറിയുന്നില്ല. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2020 മുതൽ ഒരുപാട് മരണങ്ങൾ വരുന്നു, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലേ എന്ന് പുള്ളി ചോദിച്ചു. കറക്റ്റാണ്, ഒരുവരും സെൻസസ് പോലും എടുക്കുന്നില്ല. 20 മുതൽ 25 വരെ ആൾക്കാരെല്ലാം മരിച്ചുകൊണ്ടിരിക്കണേ. 25 വയസ്സുള്ള ഒരു പയ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അപ്പൊ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. പക്ഷെ 1000 കോടി മുടക്കി കാടെല്ലാം വെട്ടിക്കളഞ്ഞ്, അതായത് ഒരു ശുദ്ധജലം അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അതായത് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഇറങ്ങുന്നതും ശുദ്ധവായു ക്ലിയർ ചെയ്യുന്നതും മഴ പെയ്ക്കുന്നതായിട്ടുള്ള ഒരു വനം വെട്ടിയിട്ട് അവിടെ 1000 കോടി മുടക്കി ഹൈക്കോർട്ട് വെക്കാൻ പോകുന്നു. അതായത് നേരത്തെ പറഞ്ഞൊരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം. ഓക്കെ, അതായത് ഒരു കുഞ്ഞിന്റെ പീഡനത്തിന് ആൾക്കാരെ പോലും ശിക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത ആ ഒരു സ്ഥാപനം വെക്കാൻ വേണ്ടി 1000 കോടി, ആ ഒരു 1000 കോടിയിൽ 700-500 കോടി എല്ലാം ഈ അപ്പുമാര് വാരിക്കൊണ്ട് പോകും. ഓക്കെ, എന്നിട്ട് അത് പൊളിഞ്ഞു വീഴും. അതും പണിയണമെന്ന് വെറുതെ മനുഷ്യരെ കൊണ്ടായിരിക്കും. ഓക്കെ, എയും കാര്യമൊക്കെ ഉള്ള സമയത്ത് അതൊന്നും എടുക്കില്ല. കാരണം അപ്പുമാർ എങ്ങനെയാണോ പണ്ട് ടൈപ്പ് റൈറ്റർ വന്നപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇപ്പോഴും കിടക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടർ വന്നതും എ വന്നതും ഒന്നും അറിയാത്ത രീതിയിലാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം വളരെ ബുദ്ധിഹീനം തന്നെയാണ്. ഇതിന്റെ എല്ലാം എൻഡ് വേറൊന്നും അല്ല, ശ്വാസം മുട്ടി തന്നെ മരിക്കും. ഓക്കെ, ഡൽഹിയിൽ എല്ലാം നടക്കുന്ന പോലെ ശ്വാസം മുട്ടി തന്നെ മരിക്കും. എന്നിട്ട് അതിന് അഭിമക്ക് പേരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു H3N3 എന്നുള്ള പേരിട്ട് കൊടുക്കും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, ആരോഗ്യം, അതായത് എന്റർടൈൻമെന്റ്, നേച്ചറിനായിട്ട് ബ്ലെൻഡ് ചെയ്തുള്ള ആ ഒരു എർത്തിങ്, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അസുഖം ഉണ്ടാവില്ല. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കും. ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഇമ്മ്യൂണിറ്റി കൂടുള്ളൂ, ശുദ്ധമായ പ്രാണവായു ശ്വസിച്ചാൽ മാത്രമേ ഇമ്മ്യൂണിറ്റി കൂടുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെഡിസിൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അഹിംസ നിറഞ്ഞ ആ ഒരു സ്ഥലങ്ങള്. അപ്പൊ ഇതെല്ലാം ചോദ്യം ചെയ്യുക തന്നെ വേണം. കാരണം ഇതൊന്നും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെല്ലാം മരണപ്പെടും. കാരണം ഞങ്ങൾ എല്ലാം ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ചുറ്റും കാണുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ്, എന്റെ വീട്ടിൽ ഉൾപ്പെടെ. ഓക്കെ, ഫോണും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് എന്റെ ബാഹു 2 വയസ്സിൽ പാട്ട് പാടി തുടങ്ങിയതാണ്. ഓക്കെ, പക്ഷെ കാശി ഇപ്പോഴും 2 വയസ്സ് കഴിഞ്ഞിട്ട് അവൻ പാട്ട് പാടുന്നില്ല. കാരണം അവനോട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. അവന്റെ അമ്മാമ്മയും അവന്റെ അമ്മയും അവന്റെ അപ്പയും എല്ലാം അവന്റെ ഫോണിൽ തന്നെയാണ്. ഓക്കെ, അതോടൊപ്പം അപ്പൊ അവൻ ലാഗായി, നമ്മുടെ സംസാര ശേഷി പോലും ലാഗാവുന്ന രീതിയിലായി. ഇതെല്ലാം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാനുള്ള ആ ഒരു ബുദ്ധി അവർക്ക് ആർക്കും ഇല്ല. പക്ഷെ ഇതെല്ലാം സോൾവ് ചെയ്യണം. ഇതെല്ലാം സോൾവ് ചെയ്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ആർക്കും.